വെൽക്കം ടു CC Plus. എൻ്റെ പേര് സഫീന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറബിയില് ബേസിക് ആയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ എന്താണെങ്കിലും ഒരു സെന്റൻസ് ഫോം ചെയ്യണമെങ്കിൽ, ഏതൊരു ഭാഷയിലാണെങ്കിലും സെന്റൻസ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം അല്ലേ? അതിന്റെ ബേസിക് ആയിട്ട് ഓരോന്നും, ഒരു സബ്ജക്ട് ഏത് പൊസിഷനിൽ വരണം, ഒബ്ജക്റ്റ് എവിടെ വരണം, വെർബ് എവിടെ വരണം എന്നൊക്കെ നല്ല കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു സെന്റൻസ് നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സെന്റൻസ് ഫോർമേഷനും അറബിയിലെ പാർട്സ് ഓഫ് സ്പീച്ചും ആണ്. നിങ്ങൾക്കറിയോ അറബിയില് എത്ര എണ്ണം ഉണ്ടെന്ന്? പാർട്സ് ഓഫ് സ്പീച്ച്. ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ അതില് മെയിൻലി ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് നോക്കിയാലോ. അറബിയില് മെയിൻലി 3 കാര്യങ്ങളാണ് ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. There are 3 parts of speech in Arabic. എന്തൊക്കെയാണ്? ഹർഫ് വേണം, ഫിഅല് വേണം, ഇസ്മു വേണം. ഹർഫ് വേണം, ഫിഅല് വേണം, ഇസ്മു വേണം. അപ്പോ ഹർഫ് എന്താണെന്ന് അതിന് നിങ്ങൾക്കറിയോ? എന്താണ് ഹർഫ് എന്ന് പറഞ്ഞാല്? ഹർഫ് എന്ന് വെച്ചാല് പ്രിപ്പോസിഷൻസ് അല്ലെങ്കിൽ കൺജങ്ഷൻസ്. ഒന്നല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് അല്ലെങ്കിൽ കൺജങ്ഷൻസ്. പിന്നെയോ ഫിഅല് വേണം. ബേസിക് ആയിട്ട് ഏതൊരു ലാംഗ്വേജിന്റെയും ഒരു പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. അതിന് അറബിയിൽ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഹർഫ് എന്ന് പറഞ്ഞാല് പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ കൺജങ്ഷൻ. ഫിഅൽ എന്ന് പറഞ്ഞാലോ വെർബ് വേണോ അല്ലേ? നമുക്ക് മെയിൻലി എന്ത് വേണം? ഒരു വെർബ് വേണം. പിന്നെയോ ഇസ്മു വേണം. എന്താണ് ഇസ്മു എന്ന് പറഞ്ഞാല്? നൗൺ. അപ്പോ നൗണ് വേണം, വെർബ് വേണം, പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ കൺജങ്ഷൻ വേണം. ഇവര് 3 പേരുമാണ് പാർട്സ് ഓഫ് സ്പീച്ചില്. അറബിക് പാർട്സ് ഓഫ് സ്പീച്ച് 3 ആണ്. അതാരൊക്കെയാണെന്ന് ചോദിച്ചാല് ഇസ്മ, ഫിഅല്, ഹർഫ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. എന്താണ് ഇസ്മ, എന്താണ് ഫിഅല്, എന്താണ് ഹർഫ് നോക്കേ. ആദ്യം നമുക്ക് ഇസ്മ നോക്കാം. എന്താണ് ഇസ്മ? അറബിക് നൗൺസ് ഓർ ഇസ് ഇൻക്ലൂഡ് നൗൺസ്, പ്രൊനൗൺസ്, അഡ്ജക്റ്റീവ്സ്, അഡ്വേർബ്സ് ആൻഡ് ഇന്റർജങ്ഷൻ. എന്തൊക്കെയാണ് ഒരു നൗണിലെ കണ്ടെയ്ൻ ചെയ്യുന്നത്? നെയിംസ്, നമുക്കറിയാം, നമ്മുടെയൊക്കെ പേരുകൾ അല്ലെ. പിന്നെയോ പ്രൊനൗൺസ്, നമ്മൾ ഹി, ഷീ ഒക്കെ പറയില്ലേ, അതുപോലെയുള്ള പ്രൊനൗൺസും നൗണിന്റെ കൂട്ടത്തിലാ വരാ. അഡ്ജക്റ്റീവ്സ് അഥവാ നൗണിനെ നമ്മള് ഇങ്ങനെ വിശേഷിപ്പിച്ച് പറയുന്ന വാക്കുകൾ അല്ലെ. ഷീ ഈസ് എന്താണ്? ബ്യൂട്ടിഫുൾ. അങ്ങനത്തെ പോലെയുള്ള നൗണിനെ നമ്മള് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്കുകൾ. അതുപോലെ തന്നെ അഡ്വേർബ്സ്, വെർബിനെ നമ്മള് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്കുകൾ. പിന്നെയോ ഇന്റർജങ്ഷൻ. ഇതൊക്കെ നൗണിന്റെ അല്ലെങ്കിൽ ഇസ്മിന്റെ താഴെ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ഹോം. ഹോമിനെ എന്താ അറബിയിൽ പറയാ? ബൈത്ത്. ഹി ഓർ ഷീ അത് പ്രൊനൗൺ ആണ്. ഹുവ അല്ലെങ്കിൽ ഹിയ. ഹി ഓർ ഷീ, ഹുവ, ഹിയ. അതുപോലെ തന്നെ ബിഗ്. ബിഗിന്റെ അറബി എന്താണ്? കബീർ. ഇതുപോലെയുള്ള വാക്കുകളൊക്കെ എന്തിന്റെ അണ്ടറിലാ വരാ? ഇസ്മ. ഇസ്മിന്റെ താഴെയാണ് ഇതൊക്കെ വരാ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പിന്നെ നമുക്ക് വേണ്ടത് ഫിഅലാണ് അല്ലെ. എന്ത് വേണം? വെർബ് വേണം. അറബിക് വേർബ്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 kinds. അറബിയിലെ വെർബുകളെയൊക്കെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണത്? ഫിഅലുൽ മുലാരി, ഫിഅലുൽ മാലി ആൻഡ് ഫിഅലുൽ അംർ. ഫിഅലുൽ മാലി എന്താണ്? ഫിഅലുൽ മാലി, ഫിഅലുൽ മുലാരി എന്ന് പറഞ്ഞാല് ഫിഅലുൽ മുലാരി മീൻ ചെയ്യുന്നത് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിലെ കാര്യങ്ങളാണ് ഫിഅലുൽ മുലാരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫിഅലുൽ മാലി എന്താണ്? പാസ്റ്റ് ടെൻസ്, പാസ്റ്റിലെ കാര്യങ്ങളാണ് ഫിഅലുൽ മാലിയിൽ ഉള്ളത്. ഫിഅലുൽ അംർ, ഫിഅലുൽ അംർ എന്ന് പറഞ്ഞാലോ അത് ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡു ഇറ്റ്, സിദ് അങ്ങനെയൊക്കെ പറയില്ല, അങ്ങനെ ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഫിഅലുകളൊക്കെ അല്ലെങ്കിൽ വെർബുകളൊക്കെ വരുന്നതാണ് ഫിഅലുൽ അംർ. അപ്പൊ അറബിയിലെ വെർബിനെ 3 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഓർഡേഴ്സ്. അപ്പോ അതിന്റെ എക്സാമ്പിൾ നോക്കിയേ. ഫിഅലുൽ മുലാരി പ്രസന്റ് ടെൻസിൽ പറയുമ്പോ യദ്ഹബു, ദഹബ, ദഹബ എന്ന് വെച്ചാല് പോയി എന്നാണ്. യദ്ഹബു അവൻ പോകുന്നു അല്ലെങ്കിൽ ഗോസ്. ദഹബ, ദഹബ പാസ്റ്റ് ടെൻസ് ആയി വെന്റ്. ഇദ്ഹബ് ഗോ,
അതൊരു ഓർഡർ ആണ്. ഇദ്ഹബ് നീ പോ. അങ്ങനെ ഈ ഒരു 3 ടൈപ്സിലാണ് അറബിയിലെ വെർബ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? പാസ്റ്റ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഓർഡർ ഉണ്ട്. പാസ്റ്റിനെ എന്താ അറബിയിൽ പറയാ? ഫിഅലുൽ മാലി. അപ്പൊ പ്രസന്റിനെയോ? ഫിഅലുൽ മുലാരി. ഓർഡർ ആയിട്ടുള്ള വെർബുകൾക്ക് എന്താ പറയാ? ഫിഅലുൽ അംർ. ഈ 3 ടൈപ്സ് ആണ് വെർബ് വരുന്നത്. ഇനി ഒരാൾ കൂടി ബാക്കി ഉണ്ടായിരുന്നില്ലേ? അതേതാണ്? ഇസ്മും ഫിഅലും അല്ലാതെ മറ്റേതാരായിരുന്നു? ഹർഫ് അല്ലെ? ഹർഫ് എന്താണെന്ന് നോക്കാം. All words beside ism and fi'al are particles or ഹർഫ്. നമ്മളിപ്പോ ഇസ്മ ഏതാ, ഫിഅൽ എന്താണെന്നൊക്കെ പഠിച്ചു. ഈ ഇസ്മും ഫിഅലും അല്ലാത്ത ബാക്കിയെല്ലാം എന്താണ്? ഹർഫാണ് അഥവാ പാർട്ടിക്കിൾസ് ആണ്. This includes English prepositions and conjunctions. ഇതില് ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻസും കൺജങ്ഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അല, ഇല, ഫി. അല മീൻസ് ഓൺ, ഇല ടു ആൻഡ് ഫി ഇൻ. അതുപോലെ ഔ ആൻഡ് വാ, ആൻഡ് അല്ലെങ്കിൽ ഓർ. ഇതൊക്കെ എന്താണ്? പ്രിപ്പോസിഷൻസ് ആണ്. അഥവാ ഇതിന് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മീനിങ്ങും ഇല്ല അല്ലെ? നമ്മളിപ്പോ ഫി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ. അതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ? ഇല്ല. പകരം ഫിൽ ബൈത്തി, ഇൻ ദ ഹോം. അപ്പൊ അതിനൊരു മീനിങ് വന്നു. അഥവാ ഇത് ഒറ്റയ്ക്ക് യൂസ് ചെയ്താൽ പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും തന്നെയില്ല. വേറെ ഏതെങ്കിലും വാക്കിനോട് കൂട്ടിച്ചേർത്താൽ മാത്രം ഒരു മീനിങ് കിട്ടുന്ന വാക്കുകളാണ് ഹർഫ്. അപ്പൊ അറബിക് പാർട്സ് ഓഫ് സ്പീച്ച് 3 എണ്ണമാണുള്ളത്. ഇസ്മ, ഹർഫ്, ഫിഅല്. ഇത്രയുമാണ് പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനിയോ ഒരു സെന്റൻസിന്റെ ആ ഒരു സ്ട്രക്ചർ കൂടി നമുക്ക് പഠിക്കണ്ടേ? ഈ ഫിഅൽ എവിടെ വെക്കണം, ഹർഫ് എവിടെ വെക്കണം, ഇസ്മ എവിടെ വെക്കണം എന്നൊക്കെ അതൊന്ന് നോക്കിയാലോ. സെന്റൻസ് സ്ട്രക്ചർ. ദാ ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. രാജു റൈറ്റ്സ് ഹിസ് ലെസൺ. രാജു റൈറ്റ്സ് ഹിസ് ലെസൺ. ഈ ഇംഗ്ലീഷിലെ സെന്റൻസിന്റെ വെർബ് ഏതാന്ന് നിങ്ങൾക്ക് അറിയോ? ഏതാണ് വെർബ്? ഏതാ നൗൺ ഏതാന്നൊക്കെ ഒന്ന് പറഞ്ഞേ. രാജു. രാജു എന്താണ് ഇവിടെ? രാജു സബ്ജക്റ്റ് ആണ് അല്ലെ? രാജു സബ്ജക്റ്റ് ആണ്. റൈറ്റ്സ് എന്താണ്? റൈറ്റ്സ് എന്താണ്? അത് വെർബാണ്. പിന്നെയോ ഹിസ് ലെസൺ, അതെന്താണ്? ലെസൺ ഒബ്ജക്റ്റ് ആണ്. രാജു റൈറ്റ്സ് ഹിസ് ലെസൺ. ഈ സെയിം സെന്റൻസ് ഞാൻ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോന്ന്. രാജു റൈറ്റ്സ് ഹിസ് ലെസൺ. രാജു അവന്റെ ചാപ്റ്റർ അല്ലെങ്കിൽ അവന്റെ ലെസൺ എഴുതി. അപ്പൊ അത് സെയിം അറബിയിലേക്ക് ആക്കുകയാണ്. കതബ രാജു ദറസഹു. കതബ രാജു ദറസഹു. ഇവിടെ രാജു നടുക്കാ വന്നിരിക്കുന്നത്. അതിന്റെ പൊസിഷൻ തന്നെ എന്തോ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫസ്റ്റ് കതബ എന്നാ കൊടുത്തിരിക്കുന്നത്. കതബ മീൻസ് എഴുതി എന്നാണ്. എഴുതി എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് ആണോ, ഒബ്ജക്റ്റ് ആണോ, വെർബാണോ? അത് വെർബാണ് അല്ലെ? കതബ വെർബ്. അപ്പോ അറബിയിൽ ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തത് എന്തുകൊണ്ടാ? വെർബ് കൊണ്ടാണ്. പിന്നെയോ രാജു. രാജു ആണ് നമ്മുടെ സബ്ജക്റ്റ്. ദറസഹു. ദറസ് എന്താണ്? അത് അവന്റെ ലെസൺ എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ ചേഞ്ച് വന്നില്ലേ? ഇവിടെ എന്തായിരുന്നു? SVO ആയിരുന്നു. ഇവിടെ വന്നപ്പോ അത് VSO ആയി. ഇംഗ്ലീഷില് ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോ സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട് ആ ഒരു ഓർഡറിലാണ്. പക്ഷെ അറബിയിൽ വരുമ്പോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും വെർബ് എഴുതണം, പിന്നെയാണ് സബ്ജക്ട്, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്ട്. ഇത് ഇംഗ്ലീഷിലും ഇത് അറബിക്കിലും. ഇതാണ് നമുക്ക് വന്ന ചേഞ്ച്. അപ്പോ എപ്പോഴും ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അറബിയിൽ ഒരു സെന്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെർബ് കൊണ്ടിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇംഗ്ലീഷിൽ എന്തുകൊണ്ടായിരുന്നു? സബ്ജക്റ്റ് കൊണ്ടിട്ടായിരുന്നു. ഈ ഒരു കോഡ് പോലെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാലും മതി. എന്താണ്? ഇംഗ്ലീഷില് SVOയും അറബിയില് VSOയും. എളുപ്പമല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? അപ്പോ ഇതുപോലെയുള്ള എന്താണ് സെന്റൻസുകളൊക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇപ്പോ വർക്ക്ഷീറ്റുകളിലൊക്കെ ഉണ്ടാകുമല്ലേ സെന്റൻസ് ഫോം ചെയ്യാനും. അതുപോലെ ഒരുപാട് വർക്കുകൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വർക്ക്ഷീറ്റുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി അതൊന്നും കണ്ട് പേടിക്കേണ്ട. സെന്റൻസ് ഫോം ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു. ഇതുപോലെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? ഇതുപോലെയുള്ള വർക്കുകളൊക്കെ നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലേ? അപ്പൊ ഇനി അതൊന്നും കണ്ട് പേടിക്കേണ്ട. സിമ്പിൾ ആയിട്ട് നമുക്കിതൊക്കെ അറ്റൻഡ് ചെയ്യാം. ഒരുപാട് വർക്ക്ഷീറ്റുകളൊക്കെ കണ്ടിട്ട് ഇതെങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ പഠിക്കും എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവരാണ് എങ്കിൽ എത്രയും വേഗം നമ്മുടെ CC+ലേക്ക് പോര്. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും എന്താണ്? പരിഹാരമാണ്.
നമ്മുടെ CC+ൽ എന്താണ് അറബിക് ട്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്? നിങ്ങൾക്ക് 1-to-1 ട്യൂഷൻ ഉണ്ട്, എക്സ്പേർട്ട് ടീച്ചേഴ്സ് ആയിരിക്കും, ലൈവ് ക്ലാസ്സുകളുമാണ്. ഇനി നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിങ്ങിലും ആയിരിക്കും. അപ്പോൾ എത്രയും വേഗം നമ്മുടെ കോഴ്സിലേക്ക് ചേരാം. അതുപോലെ തന്നെ നിങ്ങളുടെ ട്യൂഷൻസ് അല്ലെങ്കിൽ അറബി ഭാഷയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.